الله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع الظالمين معذرتهم ولهم اللعنة ولهم سوء الدار. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നന്മകൾ നിർവഹിക്കാൻ താല്പര്യപ്പെടുന്നത് പോലെയോ അതല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയോ ചെയ്യേണ്ട കാര്യമാണ് അക്രമവും അനീതിയും ജീവിതത്തിൽ വന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. നമ്മളോടുള്ള കൽപ്പനകൾ നമ്മുടെ കഴിവനുസരിച്ചാണ് പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുക. എല്ലാവർക്കും ഒരേപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർവഹിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചായിരിക്കും അത്തരം വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ വിചാരണ ഉണ്ടാവുക. എന്നാൽ വിരോധങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അക്രമത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അക്രമം 3 വിധത്തിലാണ്. ഒന്ന്, നമ്മൾ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമങ്ങളാണ് അതിൽ ഏറ്റവും ഗൗരവമുള്ളത്. രണ്ടാമത്തേത്, നമ്മൾ നമ്മളോട് തന്നെയും അക്രമം വെച്ച് പുലർത്തുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട്, സമസൃഷ്ടികളോട്, നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരോട്, അവരോട് നമ്മൾ അക്രമത്തിലൂടെ പെരുമാറുന്നതും വലിയ തിന്മയായി ഇസ്ലാം കാണുകയാണ്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 279-ാമത്തെ വചനത്തിൻ്റെ അവസാനം അള്ളാഹു പറയുന്നത് ഇങ്ങനെ: ലാ തദ്ലിമൂൻ, നിങ്ങൾ അക്രമം ചെയ്യരുത്. വലാ തുദ്ലമൂൻ, നിങ്ങൾ ആക്രമിക്കപ്പെടാനും പാടില്ല. നിങ്ങളായിട്ട് ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല. എന്നാൽ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾക്കും അനീതികൾക്കും നിങ്ങൾ ഇരയാവാനും പാടില്ല. ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ഏറ്റവും വലിയ ഗൗരവമുള്ള അക്രമം അള്ളാഹുവിനോടാണ് നമ്മൾ പറയുണ്ടായി. പടച്ചവനെ എങ്ങനെയാണ് അവൻ്റെ അടിയാറുകൾ ആക്രമിക്കുക? അത് അള്ളാഹുവിന് അവകാശപ്പെട്ട അവകാശാധികാരങ്ങൾ വകവച്ചു കൊടുക്കലാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥനയും വഴിപാടുകളും അവന് സവിശേഷമായ വിശേഷണങ്ങളൊക്കെയും അവന് മാത്രം സങ്കല്പിക്കുകയും ചെയ്യുന്ന ആ രീതിയിൽ നിന്ന് തികച്ചും വിഭിന്നമായി അവൻ്റെ സൃഷ്ടികൾക്ക് കൂടി വകവച്ച് കൊടുക്കലാണ് ഒരു സൃഷ്ടി അള്ളാഹുവിനോട് കാണിക്കുന്ന അക്രമം എന്ന് പറയുന്നത്. ഞാൻ ഓതി വച്ച വചനം 40-ാമത്തെ അധ്യായം സൂറ ഗാഫിറിലെ 52-ാമത്തെ വചനമാണ്. യൗമ ലാ യൻഫഉൽ ളാലിമീൻ, ആ ദിവസം അക്രമികളായ ആളുകൾക്ക് ഉപകരിക്കുകയില്ല. മഅ്ദിറത്തുഹും, അവർ ബോധിപ്പിക്കുന്ന ഒരു കാരണങ്ങളും.
വലഹുമുൽ ലഅനത്ത്, അവർക്കാകുന്നു ശാപമുണ്ടാവുക. വലഹും സൂഉദ്ദാർ, അവർക്കാകുന്നു ഏറ്റവും മോശമായ ഭവനവും ഉണ്ടായിരിക്കുക. അപ്പോൾ അക്രമികളായ ആളുകൾക്ക് വരാനിരിക്കുന്ന ഒരു ശിക്ഷയെ ഇതുപോലെയുള്ള അനേക വചനങ്ങളിലൂടെ അള്ളാഹു താക്കീത് നൽകുകയാണ്. നമ്മൾ ഈ അക്രമം എന്ന് പറഞ്ഞത് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള വാക്ക് ളുൽമ് എന്നാണ്. ക്രമം വിട്ടു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ അക്രമമാണ്. എന്നാൽ ആ അക്രമത്തിൽ ഏറ്റവും ചെറുതു മുതൽ വലിയ മഹാ അപരാധമായിട്ടുള്ള അള്ളാഹുവിൽ പങ്കുചേർക്കൽ വരെയുണ്ട് എന്നുള്ളതാണ്. പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് ചില അക്രമങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ ദൂതൻ പറയുന്നത് നമുക്ക് വായിക്കാവുന്നത് ഇങ്ങനെയാണ്. ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തിയത് അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഖാല അൽ-ളുൽമു ളുലുമാത്തുൻ യൗമൽ ഖിയാമ, ഒരാൾ അക്രമം ചെയ്താൽ അന്ധകാരമായിരിക്കും പരലോകത്ത് അയാൾക്ക് പ്രതിഫലമായി ഉണ്ടായിരിക്കുക. കൂരിരുട്ടിലായിരിക്കും വരാനിരിക്കുന്ന ജീവിതം അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. മുസ്ലിമിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അൻ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ഖുദ്സിയായ വചനമാണ്. അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ അറിയിക്കുന്നു, യാ ഇബാദി, അല്ലയോ എൻ്റെ ദാസന്മാരെ, ഇന്നി ഹറമത്തുൽ ളുൽമ അലാ നഫ്സി, അക്രമത്തെ എൻ്റെ മേൽ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരു വല്ലാത്ത പ്രയോഗമാണത്. അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കാൻ, പടച്ചവൻ എന്താ അങ്ങനെ ചെയ്തത്, എന്താ ഇപ്പം മഴ പെയ്യിപ്പിച്ചത്, എന്താ പെയ്യിക്കാതിരുന്നത്, എന്താ നമുക്കൊരു കഷ്ടപ്പാട് വന്നത് വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത്രയും എല്ലാത്തിനും അധികാരമുള്ളവനാണ്, അധീശനാണ് അള്ളാഹു. ആ അള്ള പറയാണ്, ഞാൻ എൻ്റെ മേൽ അക്രമത്തെ വിരോധിച്ചിരിക്കുന്നു. ഒരാളോടും ഒന്നിനോടും ഒരു തരിമ്പും അക്രമം ഞാൻ ചെയ്യുകയില്ല എന്ന് പടച്ചവൻ അവൻ്റെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. വജഅൽതഹു ബൈനക്കും മുഹറം, അതുകൊണ്ട് നിങ്ങളുടെ മേൽ, അടിയാറുകളായ നിങ്ങളിലും ഞാൻ അക്രമത്തെ ഇതാ വിരോധിക്കുന്നു. ഫലാ തലാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യരുത്. അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളതാണ് ഈ അക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ അക്രമത്തിൻ്റെതായി കടന്നു വരാവുന്ന ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൽ ളുൽമുൻ അലീം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ അടങ്ങിയത് കൊണ്ടാണ് 31-ാമത്തെ ഖുർആനിലെ അധ്യായത്തിന് സൂറത്തുൽ ലുക്മാൻ എന്നു പേര് വന്നത്. അതിൽ മകനോടുള്ള ഉപദേശങ്ങൾക്കിടെ ആ പിതാവ് പറയുന്നുണ്ട്, വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഅ്ലു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നു മോനെ, ഏറെ വാത്സല്യത്തോടു കൂടി മകനെ വിളിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളി നന്നാവണം എന്നത് ആ അധ്യാപന രീതിയുടെ ഒരു ക്രൈറ്റീരിയയാണ്, ഒരു ശൈലിയാണ് പറയുന്നത്. എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന് നല്ല പേര് ചൊല്ലി സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാണ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അലീം, പടച്ചവനിൽ പങ്കു ചേർക്കുക എന്നുള്ളത് മഹാ അപരാധമാകുന്നു എന്ന ലുക്മാൻ അലൈഹിസ്സലാം പറഞ്ഞതായി അള്ളാഹു ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അതിന്റെ ഗൗരവം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാമിയുടെ മരണവേളയെ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 133-ാമത്തെ വചനം. ആ ചോദ്യം തന്നെയും ആകർഷണീയമായ രീതിയിൽ, അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅ്കൂബൽ മൗത്ത്, അള്ളാഹ് ചോദിക്കുകയാണ്, യാക്കൂബിന്റെ മരണവേളയിൽ നിങ്ങൾ അവിടെ സാക്ഷികളായിരുന്നു? നമ്മൾ ആരുമില്ലാത്തൊരു കാലത്തെപ്പറ്റി അള്ളാഹു ഖുർആനിലൂടെ ചോദിക്കുക, നിങ്ങൾ അവിടെ സാക്ഷിയായിരുന്നുവോ? നിങ്ങൾ സാക്ഷിയായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിത് കേൾക്കാമായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇത് ഖാല ലിബനി, അദ്ദേഹം തൻ്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം. മാ തഅ്ബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ എന്തിനെയായിരിക്കും ആരാധിക്കുക?
കാലു, അവർ പറഞ്ഞു, മക്കൾ, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഞങ്ങൾ ആരാധിക്കുന്നത് താങ്കളുടെയും താങ്കളുടെ പിതാക്കളായ ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖിൻ്റെയും ഒക്കെ ആ ഏകനായ ഇലാഹിനെ ആയിരിക്കും ഞങ്ങൾ ആരാധിക്കുക. വളരെ കൃത്യമായ മക്കൾ പറയാം. എന്നിട്ട് അവർ പറയുന്ന വാക്ക് വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴൊതുങ്ങിയവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളാവുക എന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അതിൽ പരമപ്രധാനമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്, അവനോട് മാത്രം സഹായങ്ങൾ തേടുക എന്നത്, പ്രാർത്ഥനാദി കാര്യങ്ങളൊക്കെ അവനിൽ മാത്രം പരിമിതപ്പെടുത്തുക എന്നത്. അതിനു പുറമെ മറ്റെന്തിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് മഹാ അപരാധമാണ്, വലിയ അക്രമമാണ് എന്ന് അള്ളാഹു ഖുർആനിലൂടെ അറിയിക്കുന്നു. ഇനി അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹ് പറയണ നോക്കൂ നിങ്ങൾ. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറ സുമറിലെ 65-ാമത്തെ വചനം, ലഇൻ അശ്റക്ത, നീ എങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണ് എങ്കിൽ, ഈ കൊടിയ അക്രമം നീ ചെയ്യുകയാണ് എങ്കിൽ, ലയഹ്ബത്തന്ന അമലുക്, നിന്റെ സർവ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകുന്നതാണ്. വല തക്കൂനന്ന മിനൽ ഖാസിരീൻ, നീ ആകട്ടെ നഷ്ടകാരികളായ ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യും. ആരോടാണ് പറയുന്നത്? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നതാണ് ആ വാക്യം എന്ന് പറയുന്നത്. നിന്നിൽ ഇത് സംഭവിച്ചാൽ നീ ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. സഹോദരങ്ങളെ, എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഈ അക്രമം ചെയ്യുന്ന ഒരാളും ഇത് കേൾക്കുന്നവരുടെ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. ഈ അക്രമം ചെയ്യുന്ന ഒരാളും മുസ്ലിം ലോകത്തുണ്ടാകാൻ പാടില്ല. അത്രയും ഗൗരവമായി ഖുർആൻ പേർത്തും പറയുന്ന ഒരാശയമാണ് പറഞ്ഞത്. ഈ നോക്കൂ നിങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാം അലോകരോട് പറയണം, മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആ മനുഷ്യന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കി കളയും. ഒരു കൊടിയ അക്രമത്തിന്റെ പരിണത ഫലം എന്താണ് എന്ന് ആ ആയത്തിൽ അള്ളാഹു പറയാണ്. അയാൾക്ക് സ്വർഗം പിന്നെ നിഷിദ്ധമാണ്. വ മഅ്വാഹുൻ നാർ, അയാളുടെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയെയും കണ്ടെത്തുക സാധ്യമല്ല. വളരെ ഗൗരവമായി അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞ ഒരാശയമാണിത്. അള്ളാഹുവിന് അവകാശപ്പെട്ടത് മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ശക്തികൾക്കോ ഏതെങ്കിലും പുണ്യപുരുഷന്മാർക്കോ അല്ലെങ്കിൽ പുണ്യ സ്ത്രീകൾക്കോ അതല്ലെങ്കിൽ നമ്മൾ സ്വരൂപിക്കുന്ന മറ്റേതെങ്കിലും അദൃശ്യ ജീവികൾക്കോ നമ്മൾ വകവച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ ഈ കൊടിയ പാതകം ചെയ്തു എന്നുള്ളതാണ്. അത് മദ്യപാനത്തെക്കാളും വ്യഭിചാരത്തെക്കാളും കൊലപാതകങ്ങളെക്കാളും അതല്ലെങ്കിൽ പലിശയെക്കാളും അത്തരത്തിൽ വലിയ വലിയ അക്രമം എന്ന് നമ്മൾ കരുതുന്ന അത്തരം പാപങ്ങളെക്കാളും ഒക്കെയും വലിയ ഗൗരവമുള്ള അക്രമമായി അള്ളാഹു ഖുർആനിൽ രേഖപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വചനങ്ങളിലൂടെ അത് സാധൂകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അവനവനോട് കാണിക്കുന്ന അക്രമമാണ്. ഖുർആനിലെ 66-ാമത്തെ അധ്യായം സൂറ തഹരീമിലെ 5-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. അതിലൊന്നാമത്തെ സംബോധന അവനവനെ പറ്റിയാണ്. എൻ്റെ തടിയെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിയണം എന്നുള്ളതാണ്. അത് എൻ്റെ ചുമതലയായി അള്ളാഹു എൻ്റെ ഉത്തരവാദിത്തമായി എന്നെ ഏൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു നിയന്ത്രണമില്ലാതെ, ലക്കും ലഗാനമില്ലാതെ നമ്മൾ തന്നെ രാജാവും നമ്മൾ തന്നെ ആരാച്ചാരുമായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. ആര് പറഞ്ഞാലും കൂസല്ല. അങ്ങനെ എന്നോട് ആരും പറയൊന്നും വേണ്ട, ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനായിരുന്നു എന്നാണ് നമ്മിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ധാരണയെ ഇസ്ലാം ഇവിടെ പൊളിച്ചടക്കുകയാണ്. നിങ്ങളെ പച്ചയായി വിചാരണ ചെയ്യുന്ന ദിവസം വരാനുണ്ട്.
ആ പച്ചയായ വിചാരണയിൽ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ തടിയെ നിങ്ങൾ കാത്തുകൊള്ളണം എന്നുള്ളതാണ്. ഉത്തരവാദിത്വമാണ് സൂചിപ്പിക്കുന്നത്. ഒക്കെ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് സ്വന്തം പിതാവിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതൊരു വലിയ ഫാക്റ്റായി, വലിയ സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളിൽ നിന്ന് ആ പ്രവാചകനെ പലപ്പോഴും പ്രതിരോധമായി വർത്തിച്ചിട്ടുള്ള പിതൃവ്യനായ അബൂ ത്വാലിബ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പ്രവാചകനെ കൊണ്ടായില്ല. അപ്പോൾ അത്തരം ഒരു മേഖലയിൽ ഞാൻ എനിക്ക് അക്രമമായി വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അല്ലെങ്കിൽ അത്തരം അവകാശങ്ങൾ, അത്തരം കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പോകാൻ പാടില്ല. ഇസ്ലാം നമ്മുടെ മേൽ നിർബന്ധമാക്കുന്ന കർമ്മങ്ങളുണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ളത്. നമ്മളുടെ നമസ്കാരങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ നമസ്കാരമാണ്. എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന് എത്ര കണ്ട് നമ്മൾ ഒരുങ്ങുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ ജുമുഅ ഉണ്ടാകുമെന്നുള്ളത് ഇന്നലെ രാത്രി നിലാവ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതല്ലല്ലോ. വർഷങ്ങളായിട്ട് നമ്മുടെ കാരണവന്മാരായി നമ്മൾ ചെയ്തു വരുന്നതാണ്. പക്ഷെ അതിന് താല്പര്യം എത്രയാണ്? അതേ കാര്യം തന്നെ അവനവൻ്റെ ദുനിയാവിൻ്റെ ഒരു കാര്യത്തിലാണ് എങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യത്തിന് പോയാൽ ഒരു 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ താല്പര്യം ഇവിടെ നമ്മൾ കാണുന്നില്ല. അതിൽ ഞാൻ എന്നോട് തന്നെയും അക്രമം ചെയ്തു പോകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. എല്ലാ മുതലുമുണ്ട്, സ്വത്തുണ്ട്, മറ്റേ വഹകളുണ്ട്, മറ്റ് പറമ്പുണ്ട്, തോപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇതുവരെ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല അയാൾ. അങ്ങനെയാണ് എങ്കിൽ അയാളോട് തന്നെ അക്രമം ചെയ്യുകയാണ്. ഹജ്ജിന് അപേക്ഷിക്കേണ്ട സമയമാണിത്. അങ്ങനെ എത്രയോ വർഷങ്ങൾ അയാളുടെ ജീവിതത്തിൽ നല്ല ഊർജ്ജസ്വലനായിരിക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല. അയാൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ പ്രസരിപ്പും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു ICUവിലൊക്കെ കിടക്കുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ ചെയ്ത് പിന്നെ അങ്ങോട്ട് മരിച്ചു പോകാന്നുള്ളതാണ്. കാനേഷുമാരി മുസ്ലിങ്ങൾ അധിക ആളുകൾ വിചാരിച്ചു പോരുന്നൊരു വിചാരം അങ്ങനെയാണ്. എന്നാൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് യുദ്ധമില്ല. അതേ വചനത്തിൽ പ്രവാചകൻ പറഞ്ഞു അവർക്ക് പകരം ഹജ്ജാണുള്ളത്. അപ്പോൾ ഈ യുദ്ധസമാനമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പരിശ്രമങ്ങളുമൊക്കെ ആവശ്യമായൊരു കർമ്മം ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ചെയ്യേണ്ടതല്ല. എപ്പോഴാണ് ശേഷി ഉണ്ടാകുന്നത് അപ്പോൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചെയ്യാതെ അയാൾ മാറ്റിവെക്കുമ്പോൾ അവനോട് തന്നെ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഖാൽ, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, സലാസത്തുൻ മൻ ജമഅഹുന്ന ഫഖദ് ജമഅൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലെങ്കിലും ഒന്നിച്ചുണ്ട് എങ്കിൽ, 3 എങ്കിൽ അയാളുടെ ഈമാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാം, അൽ ഇൻഫാഖു മിനൽ ഇഖ്താർ, ക്ഷാമകാലത്ത് ദാനം ചെയ്യാനുള്ള ടെൻഡൻസി. വളരെ പ്രയാസം, സമൂഹത്തിൽ വലിയ ദുരിതവും പ്രയാസങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തനിക്ക് തന്നെയും പലതും ആവശ്യമായ ഒരു സമയമാണിത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ നിങ്ങൾ ആര് സന്നദ്ധാവുന്നു? നിങ്ങളിൽ ഈമാനുണ്ട് എന്നാണ്. അതേ ഹദീസിൽ പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞത് വൽ ഇൻസാഫു മിനൻ നഫ്സ്, സ്വന്തത്തോട് നീതി പുലർത്തുക എന്നതാണ്. അവനവനോടുള്ള നീതി പുലർത്തൽ. അവനവനോട് എങ്ങനെയാണ് ഞാൻ എന്നോട് നീതി പുലർത്തുക? നന്മകൾ ചെയ്യാനുള്ള എൻ്റെ മാനസികാവസ്ഥയെ കെടുത്താതിരിക്കുക എന്നതാണ്. ഒരു ദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ പിന്നാലെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ ഞാൻ ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളുമാണ്. അതൊക്കെ എന്നിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. പിശാച് നിങ്ങളോട് എപ്പോഴും ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യമായിരിക്കും. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അവൻ്റെ പക്കലുള്ള പ്രതിഫലത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചുമാണ് അള്ളാഹു പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവനോട് നീതി പുലർത്താൻ കഴിയണം. 3-മത് ആ ഹദീസിൽ പറയുന്നത് മാലോകർക്ക് മുഴുക്കയും
സമാധാനത്തിനായി യത്നിക്കുക എന്നതാണ്. സമാധാനവും ശാന്തിയും ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും ഉണ്ടാകണമെന്ന് ഈ മതം ആഗ്രഹിക്കുകയാണ്. മതത്തിൻ്റെ വ്യവസ്ഥാപിതമായ സമൂഹത്തോടുള്ള, ലോകത്തോടുള്ള സമീപനമാണ് പറയുന്നത്. സമാധാനമുണ്ടാകണം. ഇസ്ലാം അങ്ങനെയാണ് പറയുന്നത്. അൽ ഇസ്ലാമു ലിൽ ഇസ്തിസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് സമർപ്പണവും സമാധാനവുമാണ്. ആ സമാധാനമാണ് ഇസ്ലാം കാംക്ഷിക്കുന്നത്. അപ്പോൾ സമാധാനത്തിന് ഭംഗം വരുന്ന ഒന്നിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ മറ്റൊരു സമൂഹത്തോടല്ല അക്രമം ചെയ്യുന്നത്, ഒരു പക്ഷേ അവരോട് അക്രമമായിരിക്കും. അതിനേക്കാൾ മുമ്പായി നമ്മൾ നമ്മളോട് തന്നെയും അക്രമം ചെയ്യുകയാണ് എന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമായിട്ടാണ് ഖുർആനും സുന്നത്തുമൊക്കെ അക്കാര്യം പറയുന്നത്. ഖുർആനിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു വചനം 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖൂനിലെ 9-ാമത്തെ വചനം നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും മക്കളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധമാക്കരുത്. ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായും അവർ നഷ്ടകാരികളായി പോകും. പടച്ചവനെ സ്മരിക്കുന്നതിൽ നിന്ന് പ്രതിബന്ധമായി നമ്മുടെ സമ്പത്ത് കടന്നു വരിക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി പറഞ്ഞത്, സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുക, ധനത്തോടുള്ള വലിയ ആഗ്രഹം. അതുകൊണ്ട് നമ്മളെ കേൾക്കുന്ന സഹോദരിമാർ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളട്ടെ. സ്വർണത്തിൻ്റെയൊക്കെ വില ഇപ്പോൾ എത്രയാണ്? 10, 15, 20, 25, 50 പവനുമൊക്കെ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ തന്നെ അതിലൊരു പണവട പോലും ഇതുവരെ സക്കാത്ത് കൊടുക്കാത്ത എത്രയോ സഹോദരിമാരുണ്ട്. അത് സമ്പത്ത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടയുന്നതിൻ്റെ മറ്റൊരു രൂപമാണ്. അതുപോലെ തന്നെ ഹജ്ജിന് പോകാതെ ഇപ്പം എത്രയാണ്? സർക്കാരിൽ തന്നെ പോകണമെങ്കിൽ 3-4 ലക്ഷം രൂപ വേണ്ടി വരും. അതെന്നെ പ്രൈവറ്റിലാണ് എങ്കിൽ 6-7 ഒക്കെ വരും. ഇത്രയും സംഖ്യ ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മുടെ ദുനിയാവിലൊരു കുറവുണ്ടാവല്ലോ എന്നൊരാൾ ചിന്തിച്ചിട്ട് അയാൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ അവനോടാണ് അക്രമം ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഗൗരവമുണ്ട് രണ്ടാമത് ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ അക്രമം കാണിക്കരുത്, നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിക്കരുത്. മൂന്നാമത് പ്രവാചകൻ പഠിപ്പിച്ചത് സമൂഹത്തിലെ ഇതര മനുഷ്യരോട്, സഹജീവികളോട് അക്രമത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചതായി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അത്തദറൂനമൽ മുഫ്ലിസ്. എൻ്റെ ഈ സമുദായത്തിലെ പാപ്പരായ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ? പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ്. അവർ പറഞ്ഞ മറുപടി, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മത്താ. ദിർഹമും വേറെ യാതൊരു വസ്തുവകകളോ ഒന്നുമില്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പാപ്പരായ ആളുകൾ എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂല് പറയാം, എൻ്റെ സമുദായത്തിലെ പാപ്പരതല്ല. അവർ ധാരാളം നന്മകൾ പ്രവർത്തിച്ചവരായി പരലോകത്ത് വരും. നമ്മൾ പലവരും കേട്ട വചനമാണ്. എന്നിട്ട് ഈ കേട്ട അല്ലെങ്കിൽ ഈ സമ്പാദിച്ചു കൊണ്ടുവന്ന എല്ലാ നന്മകളും മറ്റുള്ളവരിലേക്ക് പകുത്തു കൊടുക്കേണ്ടി വന്ന, മറ്റുള്ളവരോടുള്ള തെറ്റായ സമീപനം കൊണ്ട് ഒരാളുടെ അഭിമാനത്തിന് പോറലേൽക്കുന്നൊരു രീതി ഒരാളിൽ നിന്നുണ്ടായി. അയാളത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായി എങ്കിൽ അതിനയാൾ പകരം നൽകേണ്ടി വരും തൻ്റെ നന്മയെ. അതല്ലെങ്കിൽ വേറൊരാൾക്ക് അവകാശപ്പെട്ടത് താൻ അത് തട്ടിയെടുക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ തട്ടിയെടുത്തു. അങ്ങനെ വരുമ്പോൾ അതൊരു അയാളോട് ചെയ്തിട്ടുള്ളൊരു അക്രമമായിട്ട് വരികയാണ്. നമ്മളുടെയൊക്കെ സാധാരണ ഗ്രാമജീവിതങ്ങളിലൊക്കെ കളിപ്പേരുകളാണ് വിളിക്കുക. അത് വിളിക്കപ്പെടുന്നവന് ഇഷ്ടമാണോ അല്ലയെന്ന് നമ്മൾ നോക്കാറില്ല. ഖുർആനിലെ 49-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയേണ്ടത്, നിങ്ങളങ്ങനെ കളിപ്പേരുകൾ വിളിക്കരുത് എന്ന്. ആ വിളി ചില സ്ഥലത്തൊക്കെ ആളെ തന്നെ പടച്ചവനെ കൂട്ടി വിളിക്കാറുണ്ട്. ഒരു വ്യക്തിയെ വിളിക്കുന്നത് അല്ല എന്നാണ്. അയാൾ എന്ത് പറയുമ്പോഴും അള്ളാഹുവിനെ കൊള്ള ഏൽപ്പിക്കുന്ന കൊണ്ടായിരിക്കും ഒരു പക്ഷെ അയാൾ അങ്ങനെ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. കളിപ്പേര് വിളിക്കരുതെന്ന് പറഞ്ഞാൽ അള്ളാഹിനെ തന്നെ കളിപ്പേരാക്കുക. അപ്പം അത്രയും ദാഷ്ട്യം ചെയ്യാൻ കെൽപ്പുള്ള ആളുകൾ, അക്രമവാസനയുള്ള ആളുകളാണ് മനുഷ്യന്മാർ.
അപ്പം ഇതിനൊക്കെയും വലിയ പ്രതിഫലങ്ങൾ നിങ്ങൾ സമ്പാദിച്ചു വച്ചതിൽ നിന്ന് കൊടുക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാനത ലഹു മദ്ലിമത്തുൻ ലി അഖീ, ആരെങ്കിലും തൻ്റെ സഹോദരനോട് വല്ല അക്രമവും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ, മിൻ ഇർളിഹി ഔ ഷൈഇൻ, ഒന്നെങ്കിൽ അഭിമാനത്തിൻ്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ ആരെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഫൽ യതഹല്ലൽഹു മിനൽ യൗം മിൻഹു അൽ യൗമ ഖബ്ല അല്ലാ യകൂന ദീനാറും വലാ ദിർഹമ, ദീനാറും ദിർഹമൊന്നും ഉപകരിക്കാത്തൊരു ദിവസത്തിന് മുമ്പായി അയാൾ അതിന് പ്രായശ്ചിത്തം ചെയ്തു കൊള്ളട്ടെ. വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. ദീനാറും ദിർഹമൊന്നും കൊണ്ടു ചെല്ലാത്ത ലോകമേതാണ്? അത് പരലോകമാണ്. എത്ര ഉണ്ടാക്കിയാലും അങ്ങടേക്ക് എത്തില്ല, അവിടെ അതൊന്നും ചെലവാവില്ല. ഒരു മനുഷ്യന് ലോകം തന്നെ തൻ്റെ കയ്യിലുണ്ട് എങ്കിൽ അത് കൊടുത്തിട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ല. അതുകൊണ്ട് അതിനു മുമ്പ് അവൻ അതിൽ നിന്ന് പ്രായശ്ചിത്തം തേടിക്കൊള്ളട്ടെ. എന്താണ് ആ പറഞ്ഞതിൻ്റെ പച്ചയായ മലയാളം? നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മരിക്കണതിന് മുമ്പ് മൂപ്പരെ കൊണ്ടുപോയി പൊരുത്തപ്പിടിച്ചോളീൻ എന്നതാണ് പച്ചയായ മലയാളം. അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയണം. അത് നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തെറ്റിനെ നമ്മൾ തെറ്റായിട്ട് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അഹന്ത കൊണ്ട് നമ്മൾ പറയും ആ ചെയ്തതാണ് ശരിയെന്ന് പറയും. ഒരു ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമെന്ന്. അതേപോലെ വിശ്വാസികൾ ആയിക്കൂടാ എന്നതാണ്. അങ്ങനെ ആ അക്രമത്തിൻ്റെ ഓരോ ഇനങ്ങളെപ്പറ്റിയും വിശദമായി ഹദീസുകളിൽ നമുക്ക് കാണാം. അവിടെ തൊഴിലാളികളോടുള്ള സമീപനം നലച്ചു നോക്കൂ. നമ്മളൊരാളെ ജോലിക്ക് വിളിച്ചിരിക്കുകയാണ്. അയാൾ ചെയ്തിട്ടുള്ള ജോലിയിൽ ആ ജോലി കഴിഞ്ഞാൽ കൂലി കൊടുക്കുക എന്നുള്ളത്, കൂലി കിട്ടുക എന്നത് ആ മനുഷ്യന്റെ അവകാശമാണ്. അപ്പോൾ മുതലാളി പറയാം, നാളെ ആവട്ടെ, നിനക്കിപ്പോൾ പൈസയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, അടുത്ത ആഴ്ച ആകട്ടെ എന്നൊക്കെ പറയുന്ന സമീപനമുണ്ട് എങ്കിൽ അത് ഈ മതവുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. അത് അക്രമമായി കൊണ്ടുപറയാണ്. ആലോചിച്ച് നോക്കൂ. അയത്തുൽ അജീറ അജറഹു ഖബല അൻ യജിഫ അറഖഹു, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നമ്മൾ കേട്ടതാണ്. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന്റെ വേതനം നൽകുക എന്നത് അവന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അതല്ലാതെ ചെയ്യുന്നത് അവനോടുള്ള അക്രമമാണ്. എന്നാൽ തൊഴിലാളികളോട് എന്തു പറഞ്ഞു ഇസ്ലാം? തൊഴിൽ യാതൊരു കൃത്രിമവും കാണിക്കാതെ മാന്യമായി തൊഴിൽ ചെയ്യുക. അതിൽ മറ്റേതെങ്കിലും കൃത്രിമങ്ങൾ കാണിച്ചുകൊണ്ട് തൊഴിലുടമ കാണുന്നില്ല, മുതലാളി നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമയം ലാപ്സാക്കുന്ന അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ തൊഴിലിനെ സമീപിക്കുന്ന ഒരു വഞ്ചകന്റെ റോളൊരിക്കലും വിശ്വാസിക്ക് ചേർന്നതല്ല. വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പൊതുവായൊരു സമീപനത്തെ പറ്റി പറയുന്നുണ്ട് ഇതര മനുഷ്യരോട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് ദുൽഹജ്ജ് 9 അറഫയിൽ സമ്മേളിക്കുമ്പോഴാണ്. ഈ ദിവസം ഏതാണ് എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. ഈ സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മാസം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രവാചകന് അറിയാനിട്ടല്ല. ഒരു ഗൗരവം പ്രവാചകൻ തന്റെ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. അവരെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അതെല്ലാം അവരെ ബോധ്യപ്പെടുത്തി. ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാം, ഈ മാസത്തിന്റെ പ്രാധാന്യം അറിയാം, ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം അറിയാം. എന്നിട്ട് പ്രവാചകൻ പറയാ, ഇന്ന ദിമാഉക്കും വ അംവാലുക്കും വ അറാദുക്കും ഹറാമുൻ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്തവും അതേപോലെ ധനവും അഭിമാനവും നിഷിദ്ധമാണ് കേട്ടോ. അത് ഈ ദിവസം പോലെ, ഈ മാസം പോലെ, ഈ സ്ഥലം പോലെ, ഈ രാജ്യം പോലെ അത്രയും പരിഭാവനത്വമുള്ളതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അത് പരസ്പരം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അക്രമികളായി പോകുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ലാ തുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ, ഏതൊരു ആൾക്കും തന്റെ നഷ്ടപ്പെട്ടു പോയ അവകാശം വകവച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ അല്ലാതെ ലോകാവസാനം ഇല്ല. എന്ന് വെച്ചാൽ പരലോകത്ത് പുനരുദ്ധാന നാളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പറയാം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹത്താ യുഖാദ ഷാത്തി ജൽഹാ മിനൽ ഷാത്തിൽ ഖർനാ, കൊമ്പുള്ള ആട്ടിൻകുട്ടി കൊമ്പില്ലാത്തതിനെ കുത്തിയിട്ടുണ്ട് എങ്കിൽ ആ കുത്തുകൊള്ളപ്പെട്ട ജീവിക്ക്
പകരം അതിനെ പ്രതികാരം ചെയ്യാതെ ലോകം അവസാനിക്കുകയോ വിധി പറയുകയോ ചെയ്യപ്പെടുകയില്ല എന്നതാണ്. അപ്പോൾ വരാനിരിക്കുന്നൊരു ലോകം അല്ലെങ്കിൽ പരലോകം എന്ന് പറയുന്നത് എല്ലാ അവകാശങ്ങളും ധ്വംസിക്കപ്പെട്ടവർക്ക് അതെല്ലാം വകവെച്ച് കൊടുക്കുന്ന ഒരു നാളാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. പരലോകത്ത് വരുമ്പോൾ നിങ്ങൾ അക്രമികളായി കൊണ്ടുവരരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയാം. ആക്രമിക്കപ്പെട്ടവനായി കൊണ്ടുവന്നുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ അക്രമിയായി കൊണ്ടുവരാൻ പാടില്ല. ആക്രമിക്കപ്പെട്ടവനായി വരുന്നു എന്നുള്ളത് അവൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവകാശങ്ങൾ ലഭിക്കാൻ കാരണമാകും. എന്നാൽ അക്രമിയായിട്ടാണ് വരുന്നത് എങ്കിൽ അവൻ്റെ സൽക്കർമ്മങ്ങളൊക്കെയും അതിലൂടെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഈ പ്രവാചകന്റെ ഉപദേശങ്ങൾ നീണ്ടുപോവുകയാണ്. അതിൽ പ്രവാചകൻ പറഞ്ഞു, 2 ഭാര്യമാരുള്ള ആളുകളോട് തന്നെയും ഇദാ കാന ഇൻദ റജുലി ഇംറഅത്താനി ഫലം യഅദിൽ ബൈനഹുമാ ജാഅ യൗമൽ ഖിയാമത്തി വഷ്ഖഹു സാഖിതൻ. 2 കല്യാണം കഴിച്ചു, പലരുടെയും പ്രേരണ കൊണ്ട്, അതല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ പാവപ്പെട്ടവരുള്ള സംരക്ഷണിക്കാനുള്ളൊരു വല്ലാത്ത അഭിനിവേശം കൊണ്ട്, അങ്ങനെ പലതും ഉണ്ടാകും. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഭാര്യയോട് മൂപ്പർക്ക് വലിയ രസമില്ല, അവളുടെ അവകാശങ്ങൾ പരിപാലിക്കുന്നില്ല, അവളോടുള്ള കടമകൾ നിർവഹിക്കുന്നില്ല എങ്കിൽ ഒരു വശം ചരിഞ്ഞവനായി കൊണ്ടായിരിക്കും അള്ളാഹു പരലോകത്ത് ഈ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്? വളരെ മൈന്യൂട്ടായി നമ്മൾ ചിന്തിക്കുന്ന സൂക്ഷ്മമായ തലത്തിൽ വരെയും ജീവിതത്തിൽ അക്രമം വരാതെ സൂക്ഷിക്കുക എന്നത്, അത് മറ്റ് ജീവജാലങ്ങളോടാണെങ്കിൽ പോലും ഒരു ജീവിയെയും അനാവശ്യമായി ഹനിക്കാൻ നമുക്ക് അവകാശമില്ല. അത്രയും കൃത്യമായി അക്രമത്തെ അതിൻ്റെ ഗൗരവത്തിൽ ബോധിപ്പിക്കുകയാണ്. ഇപ്പം ഈ 3 തലത്തിൽ പടച്ചവനോട് അക്രമം കാണിക്കാതെ, സ്വന്തത്തോട് അക്രമം കാണിക്കാതെ, തന്നോടും തൻ്റെ സഹജീവികളോടും മറ്റു മനുഷ്യരോടൊക്കെയും അക്രമം കാണിക്കാത്തവനായി നല്ല കൃത്യമായ വിശ്വാസിയായി ജീവിച്ചു മരിക്കാനാണ് അള്ളാഹുവും പ്രവാചകനും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ആ രീതിയിൽ ജീവിതത്തെ കൃത്യമായി സൂക്ഷിക്കാൻ ഞാനും നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.